Hello guys, welcome back to my channel Afham. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് ഞാനും എൻ്റെ അനിയത്തിയും ചെയ്യാൻ പോകുന്ന ഒരു സ്പീച്ചാണ്, ഒരു ഡോക്ടേഴ്സ് ഡേന് വേണ്ടി ഒരു സ്പീച്ച്. അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റുമാണ്, ഒരു സ്റ്റെത്തോസ്കോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഒരു ഈ സ്ട്രോ മെറ്റീരിയൽ ചോദിച്ചാൽ ഇങ്ങനെ ഈ നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള അത്ര ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ, ചീത്തായ ഇയർ ഫോണിൻ്റെ ഇയർബഡ്സ്, പിന്നെ ക്യാപ്പ്, ബലൂണ്, പിന്നെ കുറച്ച് സ്ട്രോ, 4 സ്ട്രോ, ഇത് ഇത്രയും വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് എൻ്റെ അവളെ സ്പീച്ച് കണ്ടിട്ട് വരും. നിങ്ങൾ ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതി ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നു. ഈ ദിവസം ഡോക്ടർമാരുടെ വർഷം മുഴുവനുമുള്ള സേവനത്തിന് ആദരിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയെ ആദരിക്കുവാൻ വേണ്ടിയാണ്. അദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ 2ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കൊറോണ കാലത്ത് കുറേ ഡോക്ടേഴ്സും നഴ്സസും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കിടന്ന് നല്ലോണം ബുദ്ധിമുട്ടുകയാണ്. നമ്മളെ വീടിൻ്റെ അകത്ത് ഇരിക്കാനാണ് അവർ പറയുന്നത്. വെളിയിൽ കൊറോണ എന്ന് പറയുന്ന ഒരു ബിഗ് വൈറസ്, എയറിൽ കൂടെ സ്പ്രെഡ് ആവുന്ന വൈറസ്, പ്ലാസ്റ്റിക്കിൽ ഉണ്ടെങ്കിൽ 3-4 ദിവസമൊക്കെ നിൽക്കുന്ന വൈറസ്. ഈ ഒരു വൈറസ് മൊത്തം എയറിൽ ചുറ്റിയിരിക്കുകയാണ്. സോ എല്ലാവരും വീട്ടിൽ ഇരിക്കുക. ഇനി നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്ന കുറച്ച് പ്രിക്വേറ്റ് വരും. എല്ലാവരും വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ വീഡിയോ കണ്ട പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുക, നല്ലോണം ഹാൻഡ് വാഷ് ചെയ്യുക, നല്ലോണം കൈൻ്റെ ഉള്ളിലും ഇടയിലും എല്ലായിടത്തും നല്ലോണം സാനിറ്റൈസർ ഇട്ടും, സാനിറ്റൈസർ ഇല്ലാത്തവർക്ക് ഹാൻഡ് വാഷ് ഇട്ടും ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു സ്റ്റെത്തോസ്കോപ്പ് ഉണ്ടാക്കാമെന്നാണ്. ഈ ഡോക്ടേഴ്സൊക്കെ ചെവി വെച്ചുകൊണ്ട് ഈ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെത്തോസ്കോപ്പ്. ഇതേപോലെ ഇരിക്കും, ഇങ്ങനെയാണ് സ്റ്റെത്തോസ്കോപ്പ് ഇരിക്കുന്നത്. സോ ഇതെങ്ങനെ ഉണ്ടാകും? ഇത് വെച്ച് ഇതിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു അർജൻറ്റായിട്ടൊരു ആവശ്യം വന്നു, പക്ഷേ നമ്മുടെ സ്റ്റെത്തോസ്കോപ്പ് ഇല്ല. സോ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു സ്റ്റെത്തോസ്കോപ്പ് ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട ഒരു കത്തിരി, എൻ്റെ കയ്യിൽ ഒരു ചീത്തായ ഒരു ഇയർഫോൺ ഉണ്ടായിരുന്നു. സോ അതിൽ 2 ഇയർബഡ്സ്, 4 സ്ട്രോസ്, ഞാൻ ഊതി പൊട്ടിച്ച ഒരു ബലൂൺ ഉണ്ടായിരുന്നു. സോ ആ ബലൂണിൻ്റെ താഴത്തെ ആ ഒരു ഭാഗം, മുകളിലത്തെ ഭാഗം മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നു, താഴത്തെ ഭാഗം ഞാൻ എടുത്തു. പിന്നെ ഒരു ക്യാപ്പ്, ഒരു കുപ്പിയുടെ ഒരു ക്യാപ്പ്, അതിൽ ഞാൻ ഇവിടെ ചെറിയൊരു ഹോളിട്ട് ഞാൻ ഈ സോൾഡർ ഇട്ടാണ് ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പപ്പടം ഒക്കെ കുത്തിയെടുക്കുന്ന ആ ഒരു ഇതിൽ കുറച്ച് തീ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുത്തി ഹോളിടാവുന്നതാണ്. സോ ആദ്യം നമുക്ക്
2 സ്ട്രോ എടുക്കാം. അതിന് ഈ ഒരു ഭാഗം വലുതാക്കിയതാ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ ഇയർബഡ്സ്, ഇത് നമ്മൾ ഇയർബഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഈ ചെവി വെക്കുന്ന ആ ഒരു ഭാഗത്തിന് വേണ്ടിയാണ്. സോ ഈ ഒരു ഇയർബഡ്സ് അതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെവി വെക്കുന്ന ആ ഒരു ഭാഗം റെഡിയായി. ഇനി നമുക്ക് താഴത്തെ ഒരു ഭാഗം, അതിനുവേണ്ടി ഫസ്റ്റ് ഒരു സ്ട്രോ എടുക്കുക. അതിനിതാ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഐഡൻറ്റിക്കലായിട്ട് 2 ഭാഗത്തും കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ. സോ ഈ ഭാഗം നമുക്കിനി അത്ര ആവശ്യമില്ല, സോ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം എന്താ ഏകദേശം ഈ ഭാഗത്തായിട്ട് വളരെ ചെറുതായിട്ട് സൂക്ഷ്മമായി ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, ഒരു ചെറിയൊരു ഹോള്. സോ നമുക്കത് വലുതാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് വലുതാക്കാവുന്നതാണ്. സോ ഞാൻ എന്താ ഈ ഒരു അളവിലാണ് ഇടുന്നത്. ഇനി നമുക്ക് വേറൊരു സ്ട്രോ എടുത്ത് അതിനൊന്ന് വലുതാക്കിയിട്ട് അത് അതിലോട്ടൊന്ന് കുത്തിതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സോ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ട് ഇതിനെ ഒന്ന് മാറ്റുക. അതിനുശേഷം നമ്മൾ ടേപ്പ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. സോ ഞാനെൻ്റെ ടേപ്പ് എടുക്കാൻ മറന്നുപോയി. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേപ്പ് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ ഞാൻ എൻ്റെ ടേപ്പ് എടുത്തിട്ട് വന്നു. ഇനി നമുക്കിതിനെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പോലും കാറ്റ് പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഒന്ന് ടൈ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ ഞാനിതിവിടെ ടേപ്പ് ഇട്ട് നല്ലോണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ഇയർ ബഡ്സൊക്കെ ഒടിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് ഇവിടെ ട്രയാങ്കിളായിട്ട് നമ്മൾ വെട്ടി കൊടുക്കുക. സോ ഞാനിവിടെ ട്രയാങ്കിളായിട്ട് ഒരു ഷേപ്പിൽ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ കയറ്റാം. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് ആദ്യം കുറച്ച് പാടായിരിക്കും, പിന്നെ ഭയങ്കര സിമ്പിളാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ടേപ്പ് ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടേപ്പ് ഒട്ടിക്കുന്നില്ല തൽക്കാലം. സോ ഇതിങ്ങനെ 2 സൈഡിലും ഒന്ന് കയറ്റി കൊടുക്കുക. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം ഇത് നിങ്ങളിവിടെ ആ ഒരു ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നല്ലോണം. സോ ഇപ്പോൾ നമുക്ക് സ്റ്റെതസ്കോപ്പിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടി. ഇനി താഴത്തെ ഭാഗത്തിന് വേണ്ടി ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ അടപ്പിൽ ഈ പൊട്ടിയ ബലൂണിൻ്റെ ബാക്കിയുള്ള ആ ഒരു ഭാഗം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. സോ അതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു പൊട്ടിയ ബലൂണിൻ്റെ ആ ഒരു ഭാഗം തുറന്ന് പിടിച്ചതിന് ശേഷം ആ ഒരു അടപ്പിന് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചതാ ഇങ്ങനെയാണ്. ഇനി ഇവിടെ നമ്മൾ ഇട്ട ആ ഒരു ഹോളിലേക്ക് നമ്മൾ ചെയ്ത ആ ഒരു സ്റ്റെതസ്കോപ്പ് അതിലോട്ടൊന്ന് കുത്തി കൊടുക്കുക. സോ ആദ്യം ആ ബലൂണിൻ്റെ വെളിയിലത്തെ ആ ഒരു പൊട്ടിയിരിക്കുന്ന ഭാഗം ഇങ്ങനെ എടുത്ത് ചുരുട്ടിയതിന് ശേഷം നമ്മൾ നമ്മൾ ഹോളിട്ട ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ ബലൂണിൻ്റെ ബാക്കി വന്ന ആ ഒരു ഭാഗത്തിനെയും ഹോളിലേക്ക് വിട്ടു കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബലൂണിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ക്ലോസ് ആയി കിട്ടും. അപ്പോൾ സൗണ്ടിന് നല്ല റേഞ്ച് പോലെ ഉണ്ടായിരിക്കും. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാനും കഴിയും, ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു സൗണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലിവിടെ കുറച്ച് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് സെറ്റാക്കാവുന്നതാണ്. സോ ഇവിടെ എൻ്റെ ഒരു സ്റ്റെതസ്കോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മുടെ സ്റ്റെതസ്കോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് ഷേപ്പിലുണ്ട്. ഇത് ഞാൻ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, സൗണ്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ സൗണ്ട് പോകാതിരിക്കാൻ നമ്മളൊരു ചെയ്യുമ്പോൾ നമ്മൾ എയർ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ടൈറ്റായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇതുവഴി നല്ലോണം ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല. സോ ഈ ഒരു ഭാഗം എവിടെ കൊണ്ട് നമ്മൾ നേരെ മുട്ടിക്കുന്നു ആ ഒരു ഭാഗത്തെ സൗണ്ട് മാത്രമേ നമുക്ക് ഇതുവഴി കേൾക്കാൻ പറ്റുള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ദിസ് ചാനൽ, please subscribe, like, comment and share. Thank you and have a nice day and bye.